കൊടുങ്ങല്ലൂർ ഫാൻസി കെമിക്കൽസ് ആൻഡ് ഫ്രാഗ്രൻസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർമാരായ കല്ലുങ്ങൽ അഷ്റഫും 6 സഹോദരങ്ങളുമാണ് വിവിധയാളുകളിൽ നിന്നായി കോടികൾ പിരിച്ചെടുത്തത്. സോപ്പ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് വേണ്ടിയെന്ന പേരിലാണ് പണം വാങ്ങിയത്. മുദ്രപത്രത്തിൽ ഇത് രേഖപ്പെടുത്തുകയും കരാർ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. സിദ്ധനാണെന്ന് പറഞ്ഞും അഷ്റഫ് നിരവധി പേരിൽ നിന്നും പണം പറ്റി. 2 കോടി വരെ നിക്ഷേപിച്ചവരുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹൈന്ദവ വേഷങ്ങളിലും അഷ്റഫ് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. സ്ത്രീകളാണ് കൂടുതലും ഇരകളായത്. ചിലർ ആധാരം, സ്വർണം എന്നിവ പണയം വെച്ചും പണം കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് അറിയാതെ പണം നിക്ഷേപിച്ച പ്രവാസികളുടെ ഭാര്യമാരുണ്ട്. വിഷയം വീട്ടിലറിഞ്ഞതോടെ പലരുടെയും വിവാഹ ജീവിതം തകരുമെന്ന അവസ്ഥയിലാണ്. പലർക്കും 4 മാസം വരെ 4000 രൂപ വീതം ലാഭമെന്ന് പറഞ്ഞ് നൽകിയിരുന്നു. പരാതി വന്നതോടെ പോലീസ് കട സീൽ ചെയ്തു. പണം നഷ്ടപ്പെട്ടവർ കടക്ക് മുമ്പിൽ സമരം ആരംഭിക്കുകയും ചെയ്തു. ഞങ്ങൾ എണ്ണിക്കൊടുത്ത പൈസ ഞങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾ ഒരു സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതല്ലേ. പ്രതികളിപ്പോഴും ഒളിവിലാണ്. മാനഹാനി ഭയന്ന് പരാതി പറയാത്തവരുണ്ട്. പ്രതികളുടെ മക്കളുടെ ആവശ്യപ്രകാരം കടയിലെ വസ്തുക്കൾ മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവുമായി വന്ന പോലീസിനെ പരാതിക്കാർ തടഞ്ഞു. പണം കിട്ടാതെ കട തുറന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വീടിന്റെ ആധാരം നഷ്ടപ്പെട്ടയാൾ പോലീസിന് മുന്നിലെത്തി. ദേഹത്ത് ഡീസൽ ഒഴിച്ച് ഇയാൾ കടക്ക് മുമ്പിൽ നിലയുറപ്പിച്ചതോടെ പോലീസ് മടങ്ങി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. അഷ്റഫിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലും പണം തട്ടിയതായി സൂചനയുണ്ട്. മീഡിയ 1 തൃശൂർ.